ഈശോമിശിഹായിൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ, ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 18-19 തിരുവചനങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാവുന്ന വചനമാണ്. കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ അവിടെ തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും അന്തർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കുവാൻ അവിടെ തന്നെ അയച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈശോ ഈ വചനത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു ശുശ്രൂഷകന്റെ ജീവിതത്തിലെ ദൗത്യങ്ങളാണ്. ലൂക്ക 4:18-19 തിരുവചനങ്ങൾ. പ്രിയപ്പെട്ടവരെ, ഒരിക്കലും ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവ് ഇടയാക്കിയപ്പോൾ ഈ വ്യക്തിയുടെ ജീവിതത്തിലെ വിവാഹം നടക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ എന്ത് പറ്റിയെന്ന് ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ഈ വ്യക്തി പറഞ്ഞു, ആദ്യം ഒരു വിവാഹം നടന്നു, അത് ഡിവോഴ്സ് ആയിപ്പോയി. ഇപ്പോൾ വിവാഹം ആലോചിച്ചിട്ടൊന്നും നടക്കുന്നില്ല, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം, അതിനുവേണ്ടിയാണ് എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ വ്യക്തിയോട് പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിക്കാം. ആദ്യത്തെ വിവാഹം എന്ത് പറ്റി എന്ന് ചോദിച്ചപ്പോൾ ഈ വ്യക്തി പറഞ്ഞു, ആരോ ഒരാളുടെ അടുക്കൽ പ്രാർത്ഥിക്കുവാൻ വേണ്ടി പോയപ്പോൾ ആ വ്യക്തി പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഭാര്യയ്ക്ക് ഒരു തെറ്റായ ബന്ധമുണ്ട്, അത് മാറിപ്പോകാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് സംശയമാണ് കടന്നു വരുന്നത്. അതുപോലെ ഈ വ്യക്തിയുടെ ഉള്ളിലേക്കും സംശയം കടന്നു വന്നു. വീട്ടിൽ ചെന്നതിന് ശേഷം ഭാര്യ ഒന്ന് ഫോൺ വിളിച്ചു കഴിഞ്ഞാലും സംശയം, തൊട്ടതിനും പിടിച്ചതിനും സംശയമായി, വഴക്കായി, കുടുംബത്തിൽ എന്നും കലഹമായി. അപ്പോൾ ഈ ഭാര്യ കുട്ടിയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് പോയി. അതിനുശേഷം ഡിവോഴ്സിന് കൊടുത്തു. ഇപ്പോൾ രണ്ടും വഴിക്കാണ് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ ആരെങ്കിലുമൊക്കെ സന്ദേശം കേട്ടിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരിക്കലും കുടുംബം കലക്കുവാൻ വേണ്ടി ഒരു സന്ദേശം കൊടുക്കുന്ന ആത്മാവല്ല. പ്രത്യേകിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെയും സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു കയറുന്ന ആത്മാവല്ല. ചിലരൊക്കെയുണ്ട്, ആരുടെയെങ്കിലും അടുപ്പിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുമ്പോൾ ഇന്ന വ്യക്തിയുണ്ട്, ആ വ്യക്തിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ, ആ വ്യക്തിയുടെ അവസ്ഥ എങ്ങനെയാണ് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ചിലരൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ ആ വ്യക്തി അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നതിൽ അതൊരിക്കലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവല്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അങ്ങനെ സന്ദേശം തരത്തില്ല. കാരണം ചിലപ്പോൾ ഇന്ന വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ആ വ്യക്തി നേടിയെടുക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം, ജപമാലയിൽ പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ കുർബാനയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയും. അല്ലാതെ ഈ വ്യക്തി ഇന്ന വഴിയിലൂടെയാണ് പോകുന്നത്, അല്ല ഇന്ന അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നൊന്നും ഒരിക്കലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുകയില്ല. അങ്ങനെ സന്ദേശം ലഭിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സന്ദേശമല്ല. പ്രിയപ്പെട്ടവരെ, എൻ്റെ ഒരു സ്നേഹിതനായ ഒരു ശുശ്രൂഷകനാണ്. ഈ ശുശ്രൂഷകന്റെ വീട്ടിലാണ് ശുശ്രൂഷകന്റെ അനിയന്റെ കൊച്ചു നിന്ന് പഠിക്കുക. അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് പള്ളിയിൽ പോകാനോ പ്രാർത്ഥിക്കാനോ ഒന്നും പറ്റുന്നില്ല. വല്ലാത്ത നിരാശയിലൂടെ ഇങ്ങനെ ഒഴിച്ചു പോകാൻ തുടങ്ങിയപ്പോൾ ഇടയ്ക്ക് ഞങ്ങൾ ഒന്നിച്ചിരുന്ന വീട്ടിൽ നിന്ന് ജപമാലയൊക്കെ ചൊല്ലി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതാണ്. ഒരു ദിവസം എന്നോട് എനിക്കൊന്ന് വരാമോ, നമുക്ക് ഒന്നിച്ചിരുന്ന് കുറച്ചു നേരം പ്രാർത്ഥിക്കാമെന്ന്. അപ്പോൾ ഞാൻ വീട്ടിൽ ചെന്നു. ഞങ്ങളൊന്ന് ചെയ്താൽ കുളിക്കുന്ന ഞങ്ങളൊന്നിച്ച് എല്ലാവരും കൂടെ വട്ടത്തിലിരുന്ന് ജപമാലയൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ചിട്ട് സുഖിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മുടെ സ്റ്റുഡൻ്റ് പിള്ളേർ എല്ലാവരും ഉണ്ട്. ഇങ്ങനെ സുഖിച്ച് പ്രാർത്ഥിക്കുന്നപ്പോൾ പരിശുദ്ധാത്മാവ് ഓരോ സന്ദേശങ്ങളിലൂടെ ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. പക്ഷേ ഈ പറഞ്ഞ കുട്ടിക്ക് വേണ്ടി ഒരു സന്ദേശം പോലും ഇങ്ങനെ ലഭിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഇവരുടെല്ലാം വിഷമായി, ഈ കുട്ടിയോട് മാത്രം പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നില്ല എന്നിങ്ങനെ എല്ലാവർക്കും ഒരു വിഷമമായപ്പോൾ വീണ്ടും ഞങ്ങൾ ഒന്നിച്ചിരുന്ന് സുഖിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഈ കുട്ടിക്ക് വേണ്ടി മാത്രമായിട്ട് പ്രാർത്ഥിക്കാൻ പറയും. അങ്ങനെ അവരോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ആ കുട്ടിക്ക് വേണ്ടി മാത്രമായിട്ട് ഞങ്ങൾ ഞാനും ആ കുട്ടിയും മാത്രം ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോഴാണ് പരിശുദ്ധാത്മാവ് പറഞ്ഞത്, ഈ കുട്ടി ഇത്രയും നേരം എന്നോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു സന്ദേശം പോലും വെളിപ്പെടുത്തരുത് എന്നിങ്ങനെ ഈ കുട്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ കുട്ടിയുടെ പ്രാർത്ഥനയ്ക്കാണ് പരിശുദ്ധാത്മാവ് ഉത്തരം കൊടുത്തത്. കാരണം ഈ കുട്ടിയുടെ ജീവിതത്തിൽ ചെറിയൊരു ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ആൺകുട്ടിയുമായിട്ട് തെറ്റായ ബന്ധം കടന്നു വന്നു. അപ്പോൾ ഇതറിഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ മുമ്പിൽ, ഇപ്പം ഈ ബാക്കിയുള്ളവരുടെ കുട്ടികളുടെ മുമ്പിൽ ഈ കുട്ടിക്ക് ഒരു മുറിവും ഒരു വേദനയൊക്കെ ഉണ്ടാകും എന്നോട് ഓർത്ത് പരിശുദ്ധാത്മാവ് അത് വെളിപ്പെടുത്താതെ ഈ കുട്ടിയുടെ ആ ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു കയറാതെ ഈ കുട്ടിക്ക് വേണ്ടി ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിച്ച് ഈ കുട്ടിക്ക് വേണ്ടി പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഈ കുട്ടിയിൽ നിന്ന് ഈ ഒരു നിരാശ, ഈ ഒരു തെറ്റായ ബന്ധമെല്ലാം വിട്ടുമാറിപ്പോൾ ഇപ്പം നല്ലൊരു രീതിയിൽ പഠിച്ച് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയെയും വേദനിപ്പിക്കാനോ അല്ലെങ്കിൽ കുടുംബം കലക്കുന്ന സന്ദേശങ്ങൾ പറഞ്ഞ് വ്യക്തികളെ നിരാശയിലേക്ക് വിടുകയോ ഒന്നും ചെയ്യുന്ന ആത്മാവല്ല ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. സ്നേഹത്തിലൂടെയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത്. ആ കുട്ടി അവിടെ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞ പരിശുദ്ധാത്മാവ് ഒരു സന്ദേശവും തരരുത്
ഈ കൂട്ടായ്മയിലായിരിക്കുമ്പോൾ ഈ സന്ദേശം തരരുത് എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഈ കുട്ടികളെ പ്രാർത്ഥനയാണ് പരിശുദ്ധാത്മാവ് കേട്ടത്. ഞങ്ങൾ അത്രയും നേരം അവിടെ നിന്ന് സുഹൃത്തുക്കളാക്കിയിട്ട് പരിശുദ്ധാത്മാവ് ഒരു സന്ദേശം പോലും തന്നില്ല. അപ്പോൾ ആ കുട്ടിയെ എത്രമാത്രം പരിശുദ്ധാത്മാവ് മാനിക്കുന്നു, പരിശുദ്ധാത്മാവ് സ്നേഹിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ, ചിന്തിച്ചാൽ, ഇതുപോലെയുള്ള തെറ്റായ സന്ദേശങ്ങൾ വരുമ്പോൾ കുടുംബജീവിതങ്ങൾ തകർന്നു പോകുക, അല്ലെങ്കിൽ ഡിവോഴ്സിലേക്ക് പോവുകയോ ഒന്നുമില്ലാതെ സ്നേഹത്തിൽ ഏതെങ്കിലും പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് അതെല്ലാം ക്രമീകരിച്ച് കൊണ്ടുപോകാനും വേണ്ടിയാണ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അല്ലാതെ നിങ്ങളുടെ ഭാര്യ തെറ്റായ ബന്ധത്തിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് കുടുംബജീവിതം തകർക്കുന്ന ഒരു ആത്മാവല്ല നമ്മുടെ പ്രിയപ്പെട്ട ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ഇതുപോലെയൊക്കെയുള്ള സന്ദേശങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഒരു ചെവിയിൽ കൂടി കേട്ട് മറു ചെവിയിൽ കൂടി ഇറക്കി വിട്ടുകൊണ്ട് പരിശുദ്ധാത്മാവിനെ പ്രിയപ്പെട്ട മകനും മകളുമായിട്ട് മാറി പരിശുദ്ധാത്മാവ് പറഞ്ഞു തരുന്ന കാര്യങ്ങളനുസരിച്ച് ജീവിതത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ ഈശോ നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കും. പരിശുദ്ധ അമ്മ മാതാവിന്റെ മധ്യസ്ഥവും വിശുദ്ധ മിഖായേൽ ദൂതന്റെ സംരക്ഷണവും എപ്പോഴും നിങ്ങൾ ഓരോരുത്തരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ആവേ മരിയ, ക്രൈസ്തലോട്. ഹല്ലേലൂയ.